ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ നാട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. സ്വന്തമായിട്ട് വ്ളോഗിൽ വന്നൊന്ന് ആഗ്രഹിച്ച് വന്നതാട്ടോ ഗൈസ് ഇവരൊക്കെ. ഇവരോട് കുറേ നേരം സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായല്ലോ ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിച്ചു. നമുക്ക് ഇതൊക്കെ നാട്ടിൽ വരുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ടൊക്കെ എന്താ പറയാ, നമുക്കിങ്ങനെ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെ, എന്റെ യൂട്യൂബിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാട്ടോ. നിങ്ങളും എന്റെ യൂട്യൂബിനെ സപ്പോർട്ട് ചെയ്യാം. ഇത് അരിപ്പായസമാണ്. നീ ഒന്ന് കുടിച്ചു കാണിച്ചു നോക്കട്ടെ. ഈ പായസം എന്നെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിരുന്നു അല്ല. നമുക്ക് ഇന്നൊരു 28 കെട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മിച്ചം വന്ന പായസം നമ്മളങ്ങൊരു കുപ്പിയിലാക്കി പൊതിഞ്ഞുകൊണ്ട് വന്നു. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വെള്ളവും മിച്ചം വന്ന് നമ്മൾ അതും 2-3 ബോട്ടിലാക്കി ഇങ്ങനെ പോന്നു. അങ്ങനെ പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ പായസം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. കാര്യം എല്ലാവർക്കും ആ പായസം വേണമായിരുന്നു. അങ്ങനെ നമ്മളത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. നമ്മളെല്ലാവരും അത് കുടിച്ചു കേട്ടോ. നമ്മൾ ഒറ്റക്ക് കുടിക്കുന്നേക്കാൾ രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളത് കുടിച്ചു തീർക്കാൻ നോക്കിയിട്ടുണ്ട്. സത്യത്തിൽ അർണവനെ യൂട്യൂബിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല, സ്വന്തമായിട്ട് ചോദിച്ചു വന്നവരാട്ടോ ഇവരൊക്കെ. എന്റെ യൂട്യൂബിൽ വരാൻ ആഗ്രഹിച്ചവരാണ്. ഫ്രണ്ടിരിക്കുന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്, ചുമ്മാ വെറുതെ ഷോ എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ പറയല്. ഇത് സുനിമോള് സ്വന്തമായിട്ട് സുനിമ കണ്ടന്റ് വേണ്ടി വരുന്നതാണ് ഗൈസ്. സ്നേഹ ഇതിന്റെ അത് പറയുന്നില്ല, അർണപ്പനും പറയുന്നില്ല. അർണപ്പ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോ വരാൻ വേണ്ടിട്ടൊക്കെ. അർണപ്പ വൈറലാകാൻ വേണ്ടിട്ടുള്ളൊരു ആദ്യത്തേക്ക് സ്വന്തമായിട്ട് ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവരെന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നതാണ്. നീ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ യൂട്യൂബിൽ വീഡിയോ ഉൾപ്പെടുത്തുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു. ഞാൻ ഇവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഇവരുടെ യൂട്യൂബ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരപ്പോൾ എന്നോട് പറയുമായിരുന്നു, നിന്നെ പേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ പുതിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് വെളി ഇറങ്ങത്തുള്ള കാര്യം നീ എപ്പോൾ വീഡിയോ എടുക്കുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. പൊന്നിയിരുന്ന് കരുതുന്ന വേറെ ഒന്നിനുമല്ല, പൊന്നിയുടെ അച്ഛനും അമ്മമ്മയും കൂടെ എവിടെയോ പോയി പൊന്നിനെ കൊണ്ടുപോയില്ല എന്നാണ് പ്രശ്നം. ഈ ഉണ്ണി ഇരുന്ന് കഴിക്കുന്ന ഇതാണ് അപ്പത്താലം കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ നിന്ന് പത്താവ് ഉദയമായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ല അപ്പത്താലം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കഴിക്കാനാണ് മെയിനായിട്ട് ഞാൻ കുറച്ച് നാട്ടിലെത്തിയത്. പക്ഷേ എനിക്കെന്തോ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ഇതെല്ലാവർക്കും നമ്മൾ നേർച്ചയാണല്ലോ, എല്ലാവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അതൊക്കെ ഷെയർ ചെയ്ത് അവിടുന്ന് കഴിച്ചു. ഇതാണ് നമ്മുടെ കാർത്തിക്കുനാണ്. നമുക്ക് അവിടുന്ന് ഹായ് തരികയാണ്. അങ്ങനെ ഹായൊക്കെ തന്നു. ഇനി എൻ്റെ കട കാണിച്ചാൽ ഇതാട്ടോ ഞങ്ങളുടെ കട. അമ്മ ചോദിച്ചില്ലല്ലോ ഗൈസ്. അത് ഞാൻ പറയും. ചേട്ടാ നമുക്ക് കൊണ്ടുവന്നതാണ്. ആരൊരു ഹായ് പറയോ? എടാ ഒരു ഹായ് പറയൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. വേറൊന്നുമല്ല, നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ എനിക്ക് ഓരോ വീഡിയോസ് ഇടാനായിട്ട്. ശങ്കുരു നാണ് കേട്ടോ വ്ളോഗിൽ വരാനായിട്ട്. ഇവന് ഇവിടെ കേട്ടോ അലമ്പ് കാണിക്കില്ല. നീ നിങ്ങൾ വണ്ടിയിലാണോ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പോണത്? ഇങ്ങനെ മന്തിയുടെ ആള് എടി അമ്മ തലക്ക് ഇരിക്കുവോ? മന്തി വേണം, മതി. എനിക്ക് വാങ്ങി തരുവോ? എന്താ പിണങ്ങിയിരിക്കുന്ന? ഇതിൽ കൂടെ പറയുമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. എന്താ പിണങ്ങിയിരിക്കുന്ന? എന്താ നീനെ കൊണ്ടുപോകത്തതിന് പൊന്നി അവിടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. അത് കേട്ടോണ്ടിരുന്നപ്പോഴേക്കും എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടോ വിളിച്ചത്. അങ്ങനെ ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ച് കുറേ നേരം അങ്ങനെ നിന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെയും വർത്തമാനം എൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു അവരോട്. അങ്ങനെ അതൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഒരുപാട് മിസ് ചെയ്തായിരുന്നു. അവിടെ വരുന്ന സമയത്ത് നാളെ ഒരുപാട് മിസ് ചെയ്തിട്ടു വന്നപ്പോഴേക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർക്കാൻ നേരത്ത്.
ഗോവയിലും പോയിട്ടുണ്ട്. സുനിമോൾ ഗോവയിലും 2 അടിച്ചു വിടും കേട്ടോ ഇങ്ങോട്ട്. ആ ഇവള് കട്ട് ചെയ്യും. അതെങ്ങനെ 2 അടിപ്പിക്കുന്നത് എങ്ങനെയത്? വേണ്ടതാ പൊന്നെ, ഇന്ന് ബീച്ച് ഭയങ്കര വെയിലാണ്. അത് കട്ട് ചെയ്തില്ല, വീഡിയോ ഉൾപ്പെടുത്തണം. എന്റെ ഫോണടി അടിക്കുന്നു, അറയിലടി. അല്ലടോ ഞാൻ എന്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത റൈബാന്റെ ഡ്രസ്. ഞാൻ ചെയ്യേണ്ടത് ഇത് നോക്കട്ടെ, അതൊന്ന് വെച്ച് നോക്കട്ടെ, പിന്നെ എന്റെ ഹസ്ബൻഡ് വെച്ച് നോക്കട്ടെ എന്നല്ല പറഞ്ഞു. മാത്രം വെക്കാൻ മേടിക്കായിരുന്നു. ഈ നിൽക്കുന്നതാണ് എൻ്റെ അനിയത്തി, എൻ്റെ സ്വന്തം അനിയത്തി. അങ്ങനെ കലേഷ് അവസാനം പൊന്നീനെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പൊന്നീനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.